3,85,000 രൂപക്ക് ഇനി 2.5 ലക്ഷം രൂപന്റെ കളറിൽ ക്രിസ്റ്റ ഓട്ടോമാറ്റിക് 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ക്രിസ്റ്റ നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ടൈപ്പ് 3 ആണ് വരുന്നത്. ഫ്രണ്ട്സ്, ഏറ്റവും ചെറിയ പ്രൈസിന് ഇന്നോവകൾ ക്രിസ്റ്റകളൊക്കെ നോക്കുന്നവർക്ക് ഇതാണോ അത്യാവശ്യം നല്ല കളക്ഷൻ ആയിട്ട് വേണമെന്ന് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്കും ഡെയിലി യൂസിനൊക്കെ ഒത്തിരി ഹോണ്ട കളക്ഷൻസ്, ടയോട്ട, അതേപോലെ മാരുതി നല്ല കളക്ഷൻസ് ഒക്കെ നമ്മൾ ലാസ്റ്റ് ഡേ പരിചയപ്പെട്ടു. അപ്പൊ ഇന്ന് നമ്മൾ RB മോട്ടോഴ്സിലാണ്. സമീർക്ക് തന്നെയാണ് കൂടെ ഉള്ളത്. സമീർക്ക, നമുക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസ്, സ്റ്റാർട്ടിംഗ് പ്രൈസ് ഇന്നോവ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 3,85,000 രൂപക്ക് 2009 V കൊടുക്കാം. അന്നത്തെ ഏറ്റവും ടോപ്പിന് വേണ്ടി 3,85,000 കൊടുക്കാം അല്ലെ. ഇനി 2.5 ലക്ഷം രൂപന്റെ ഫിറ്റിംഗ്സ് ഉള്ള വാഹനം, 2.5 ലക്ഷം രൂപന്റെ ഫിറ്റിംഗ്സ് ഇല്ലെങ്കിൽ വണ്ടി കൊണ്ടുപോകണ്ട, അത്രയും ഫിറ്റിംഗ്സ് ഉള്ള വാഹനം നിങ്ങൾക്ക് വെറും 3,95,000 രൂപക്ക്. അപ്പൊ അതാണ് നമ്മളെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ വണ്ടൂരാണ് കറക്റ്റ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. വണ്ടൂർ തന്നെ പെരിന്തൽമണ്ണ റോഡ്, ഊട്ടി പെരിന്തൽമണ്ണ റോഡിൽ നമുക്ക് പുളിയക്കോട് എന്ന സ്ഥലത്താണ് നമ്മുടെ ലൊക്കേഷൻ വന്നിട്ടുള്ളത്. ഈ കാണുന്നത് നമ്മളെ ഊട്ടി റോഡാണ്, നിലമ്പൂർ പെരിന്തൽമണ്ണ റോഡ്. അപ്പൊ അതാണ് നമുക്ക് ഇന്നോവകൾ എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളും ഉണ്ട്, ഫുൾ ഓണിലൊക്കെ ഒത്തിരി വാഹനങ്ങളുണ്ട്. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു ബെസ്റ്റ് ആവാം. 2.5 ലക്ഷം രൂപയുടെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആണ് പറഞ്ഞത്. ഒന്നാമത്തെ കളറാണ്, ഒരു അടിപൊളി കളറാണ്. അതേപോലെ ടൈപ്പ് 4 കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലെ. അതെ, മിഡ് നൈറ്റ് ഗ്രീൻ എന്നുള്ള ഒരു കളറാണ് വന്നിട്ടുള്ളത്. റൂഫ് ബ്ലാക്ക്, കമ്പനി തന്നെ റൂഫ് ബ്ലാക്ക് വന്നിട്ടില്ല, എക്സ്ട്രാ അവര് ആഡ് ചെയ്തിട്ടുണ്ട്. RCയിലും ആഡ് ചെയ്തിട്ടുണ്ട്. ഈ കളറും കാര്യങ്ങളൊക്കെ RCയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. റൂഫും അതുപോലെ തന്നെ സീറ്റും ഡോർ പാഡും ഡാഷ്ബോർഡൊക്കെ ലെതർ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഇന്റീരിയർ ഒരേപോലെ അൾട്രാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. ഈ ഒരു വാഹനമാണ് നമുക്ക് 2007 ലാസ്റ്റ് മോഡല്. ഇപ്പൊ നിലവില് 29 ഡിസംബർ വരെ, 29 ജൂൺ വരെ ഇതിന്റെ ടാക്സും പുതിയതുണ്ട്. അപ്പൊ 5 വർഷത്തേക്ക് ടാക്സ് ഉണ്ട്. ഫ്രണ്ടും ബാക്കും DRL ഉണ്ട്, സ്കേറ്റിംഗ് ഉണ്ട്, ബാക്ക് സ്കേർട്ട് ഉണ്ട്, ഫ്രണ്ട് അതുപോലെ തന്നെ എല്ലാം ടൈപ്പ് 4 ആണ്. ഈ ഒരു വാഹനമാണ് നമുക്ക് 3,95,000 രൂപ കൊടുക്കാൻ പറ്റും. ഇൻഷുറൻസ് എല്ലാ ഭാഗം ക്ലിയർ, വണ്ടി അല്ല നമ്പർ ആയിട്ടുള്ള വാഹനം. 2012 നമ്പർ ആയ വാഹനം. അപ്പൊ ഒരു 13 കൊല്ലമായിട്ട് ഓൾറെഡി കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആളാണ്. കേരള വണ്ടിയെ പോലെ തന്നെ പറയാൻ പറ്റുന്ന വാഹനമാണ്. ബാറ്ററി പുതിയതാണ്. വേറെ മേജർ ആക്സിഡന്റ്, ടോട്ടൽ ലോസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നും വാഹനത്തിലില്ല. ഈ ഒരു വാഹനം നമുക്ക് ഓഫർ റേറ്റിന് 3,95,000 2.5 ലക്ഷം രൂപ ഫിറ്റിംഗ്സ് ഉള്ള വാഹനം കൊടുക്കാൻ പറ്റും. അപ്പൊ ഫിറ്റിംഗ്സിന്റെ പ്രൈസ് എടുക്കുന്നില്ല. അതെ അതെ. അടുത്തതാണ് നമുക്ക് സ്റ്റോക്ക് കണ്ടീഷനിൽ ഒരു വാഹനം അല്ലെ. അത് നമുക്ക് സിൽക്കി ഗോൾഡ് ആണ്. സിൽക്കി ഗോൾഡ് ഇത് ടൈപ്പ് 4 ഒന്നും ആക്കിയിട്ടില്ല. V വേരിയന്റിലാണ് വരുന്ന വാഹനം. 2009 ഡെലിവറി, 9 രജിസ്റ്റർ, 8 മാനുഫാക്ചർ വരുന്ന വാഹനം. VX എന്നുള്ള വേരിയന്റ് ആകുമ്പോൾ ഫുൾ ഓപ്ഷന്, എയർ ബാഗ്, ABS, അലോയ് വീല്, ബാക്ക് വൈപ്പർ, ഡീഫോഗർ കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം. ഇത് നമുക്ക് റേറ്റ് വന്നിട്ടുള്ളത് 3,85,000 രൂപ. 3,85,000. അത് നല്ല ലെതർ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷുറൻസ് പുതിയതാണ്. വണ്ടി മെക്കാനിക് കാര്യങ്ങളൊക്കെ ഫിറ്റ്. ഒന്നും ചെയ്യാനില്ല, ഒന്നും ചെയ്യാൻ. അന്നത്തെ ടോപ്പ് ലോഡ് വണ്ടിയാണ്. നിലവിൽ ഇപ്പൊ നിലമ്പൂർ രജിസ്ട്രേഷൻ ആണ്. രജിസ്ട്രേഷൻ മാറി ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. V ഓപ്ഷന്. അപ്പൊ റേറ്റ് 3,85,000. അടുത്ത തവണ നമുക്ക് വീണ്ടും ഒരു സിൽക്കി ഗോൾഡ് തന്നെ. ഇത് 2008 മോഡൽ വരുന്ന ടൈപ്പ് 4 V ഓപ്ഷൻ ആണ്. ഇതും V ഓപ്ഷൻ ആണ്. അന്നത്തെ ടോപ്പ് വേരിയന്റ് ആണ്. പിന്നെ അവര് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും ഒക്കെ DRL, അതുപോലെ തന്നെ സ്റ്റാരിംഗ് വീല് നമ്മളെ പുതിയ ടൈപ്പിൽ വരുന്ന സ്റ്റാരിംഗ് വീല് ചെയ്തിട്ടുണ്ട്. 2000 ടൈപ്പ് 4 കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു നമുക്ക് ഇതിന്റെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ മീറ്ററിലുള്ളത് 140 ആണ്. അതെന്തായാലും കൺഫേം അല്ല. മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആണല്ലോ. ഫിറ്റ് ആണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും? നമുക്ക് 3,99,000 രൂപ കൊടുക്കാം. 3,99,000. ഓക്കെ. അടുത്താണ് വീണ്ടും നമുക്ക് ഒന്നുകൂടെ നമുക്ക് 2030 വരെ ടാക്സ്, 2030 വരെ റിന്യൂവല്, 2026 ലാസ്റ്റ് വരെ പുതിയ ഇൻഷുറൻസ് ഉള്ള വാഹനമാണ്. ഒന്നും നോക്കാനില്ല. അടുത്തതാണ് വീണ്ടും നമുക്ക് സെയിം മോഡലില് ഒന്നുകൂടെ എക്സ്ട്രാ ഫിറ്റിംഗ്സും സ്കേർട്ടിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു മോഡൽ. 2015 മോഡല്, 15 മോഡല് ഒറിജിനൽ ടൈപ്പ് 4 VX ഒറിജിനൽ ടൈപ്പ് 4. അതും നമുക്ക് ഇന്റീരിയറും കാര്യങ്ങളൊക്കെ പക്ക നീറ്റ്, ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബാക്കൊക്കെ DRL കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി DRLും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള. V ഓപ്ഷൻ 2.8 2.5 V ഓപ്ഷനാണ് വരുന്നത്. നല്ല അടിപൊളി DRL കാര്യങ്ങളൊക്കെ ഫിറ്റിംഗ്സ് ഒക്കെ വന്നിട്ടുള്ള ഈ ഒരു വാഹനം നമുക്ക് 9.5 ലക്ഷം രൂപ കൊടുക്കാം. 15 V ആട്ടോ. 15 V 9.5 ലക്ഷം രൂപ കൊടുക്കാം. ഡയമണ്ട് കട്ട് വീല്, സെഡിന്റെ ടൈപ്പാണ് ഈ വീല് വരിക. ഈ ബോഡി സ്റ്റിക്കറൊക്കെ സെഡിലോട്ട് വരുന്ന വാഹനമാണ്. അതും നല്ല പക്ക മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉള്ളതാണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും? 9.5 ലക്ഷം രൂപ. ഏകദേശം ലോണൊക്കെ എത്ര? ലോൺ നമുക്ക് 8 ലക്ഷം രൂപന്റെ മുകളിൽ ലോണും ചെയ്യാൻ പറ്റും.
യെസ്. ഇനി അടുത്ത തവണ വീണ്ടും നമുക്ക് അതേപോലെ തന്നെ നമുക്ക് ഈ ഗ്രില്ലൊക്കെ ജിആറിന്റെ ഗ്രില്ലൊക്കെ ചെയ്തിട്ടുള്ള ഒരു വാഹനം അല്ലേ? ഇത് 2013 ഈ ഗ്രില്ലിന് സാധാ ഗ്രില്ല് പോലെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന ഗ്രില്ലാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2013 മോഡല് 13V ആണത്. നമുക്ക് 7 ലക്ഷം രൂപ കൊടുക്കാം. 7 ലക്ഷം രൂപ അല്ലേ? ഇത് റീവണ്ടിയാണോ? റീവണ്ടി 2013 ആണ്. റീ രജിസ്ട്രേഷൻ ആണ്. ഇന്റർകൂളർ ആണത്. മൈലേജ് കൂടുതൽ കാര്യങ്ങളൊക്കെ കൂടും. അതുപോലെ തന്നെ അത്യാവശ്യം വണ്ടി നല്ല മെക്കാനിക് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനോട് ഉള്ള വണ്ടിയാണ്. വേറെ മെക്കാനിക് കാര്യങ്ങളൊക്കെ ഫിറ്റാണ്. അതായത് നമുക്ക് മെയിനായിട്ട് ഇന്നോവയിൽ നോക്കാനുള്ളത് 2 ലക്ഷം കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. നിങ്ങൾക്ക് KL40 പെരുമ്പാവൂരിലാണ് വണ്ടി നമ്പർ ആയിട്ടുള്ളത് കേട്ടോ. അടിപൊളി ആൻഡ്രോയിഡ് സ്റ്റീരിയോ, റിയർ AC, അതുപോലെ തന്നെ വി ഓപ്ഷൻ ആകുമ്പോൾ ഇതിനൊന്നും പറയേണ്ട ആവശ്യമില്ല. ഡുവൽ എയർ ബാഗ്, ABS കാര്യങ്ങളൊക്കെ കമ്പനി വരുന്നുണ്ട്. ഈ ഒരു വാഹനം നമുക്ക് 7 ലക്ഷം രൂപ കൊടുക്കാം. 7 ലക്ഷം രൂപ ഐഡിയുള്ള പുത്തൻ ഇൻഷുറൻസ് ഉണ്ട്. 2013 ഇന്റർകൂളർ ആണ്. 14 കിലോമീറ്റർ കൺഫേം മൈലേജ് കിട്ടും. നമുക്ക് ഓഫർ റേറ്റിന് 7 ലക്ഷം രൂപ കൊടുക്കാം. 7 ലക്ഷം രൂപ കൊടുക്കാം. ഇടയിൽ നമുക്ക് 2 ചെറുവാഹനങ്ങളുണ്ട്. ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ വിട്ടുപോയതാണ്. അവ രണ്ടും ഡീസൽ വണ്ടികളാണ്. സ്പോർട്സ് ഓപ്ഷനിൽ വരുന്ന എലൈറ്റ് i20 അല്ലേ? 5,20,000 രൂപക്ക് നമുക്ക് സ്പോർട്സ് i20 കൊടുക്കാം. 5,25,000 രൂപ. ഡീസൽ വണ്ടിയാണ്. ഡീസൽ വണ്ടി 18 രൂപ മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടും. 2017 മോഡൽ സിംഗിൾ ഓണർ, 90,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനമാണ്. ഏകദേശം എത്ര വണ്ടി ഇറക്കാൻ പറ്റുന്നത്? ഫുള്ള് ലോൺ ചെയ്യാം. അതിന്റെ സെയിം മറ്റൊരു വാഹനമാണ്. ഇങ്ങനെയായിരുന്നു മോഡല്? 4,60,000 രൂപക്ക് 15 മോഡൽ സ്പോർട്സ്. അതും ഡയമണ്ട് കട്ട് അലോയില് കാര്യങ്ങളൊക്കെ കമ്പനി വരുന്ന റിവേഴ്സ് ക്യാമ്പ് കാര്യങ്ങളൊക്കെ വരുന്ന സെൻസറും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. നല്ല ഫാൻസി നമ്പറൊക്കെ വരുന്നുണ്ട്. അതെ. ഓക്കെ. എത്ര ചോദിക്കുന്നതാണ്? ഇത് നമുക്ക് 4,60,000 രൂപ. 4,60,000 ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ഓൺ ചെയ്യാൻ പറ്റില്ല. ഒരു 50 രൂപ മുടക്കിൽ 50 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഡീസൽ വണ്ടിയാണ്. 18 രൂപ മൈലേജ് കിട്ടൂല. അടുത്ത നമുക്കൊരു ഓട്ടോമാറ്റിക് ക്രിസ്റ്റ നോക്കുന്നവർക്ക് കളറിൽ ക്രിസ്റ്റ ഓട്ടോമാറ്റിക് ചോദിക്കുന്നവർ ഓരോ വണ്ടിയും ഓരോ ഹൈലൈറ്റ് ആണ്. ക്രിസ്റ്റയിൽ ശരിക്കും ഹൈലൈറ്റ് ഈ കളറാണ്. മുന്തിരി കളർ വണ്ടി, അതും ഓട്ടോമാറ്റിക്. ഒരു റീപ്ലേസും വണ്ടിയിൽ കാണിച്ചു തരാൻ പറ്റില്ല. അത്രയും ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വാഹനമാണ്. നമ്മൾ അവിടുന്ന് ഇപ്പോൾ ഓടിച്ചു വന്നതാണ്. വന്നത് കയറ്റിയിട്ടുള്ളൂ. പോളിഷോ സർവീസോ ഒന്നും ചെയ്തിട്ടില്ല. അതും നിങ്ങൾക്ക് ഓഫർ റേറ്റിന് 13.5 ലക്ഷം രൂപക്ക് ഓട്ടോമാറ്റിക് വണ്ടി കൊടുക്കാം. 13.5 ലക്ഷം രൂപക്ക് കിലോമീറ്റർ കുറവ്, 1.25 ലക്ഷം കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള ഈ ഒരു വാഹനം ഒരൊറ്റ റീപ്ലേസ് വണ്ടിയിലില്ല. അതായത് 2.8 G4 ഓട്ടോമാറ്റിക് ഒന്നും റീപ്ലേസ്, ഒരു റീപ്ലേസ് കണ്ടാൽ നമുക്ക് ആ റേറ്റ് കുറച്ച് കൊടുക്കാം. 13.5 ലക്ഷം രൂപ കൊടുക്കാം. NOCയിൽ 13 ലക്ഷം രൂപക്ക് 18 മോഡല് ലോ കിലോമീറ്റർ ഇന്നോവ ക്രിസ്റ്റ. അതും ഇപ്പോഴും B2B ഇൻഷുറൻസ് ആണ് വണ്ടിയിലുള്ളത്. ബമ്പർ ടു ഇൻഷുറൻസ് ആണ്. നമുക്ക് ഒരു പ്രസ് യൂസ് ചെയ്താണ്. അതെ. അപ്പൊ അത്രയും പ്രൈവറ്റ് യൂസിംഗ് ആണ്. പ്രൈവറ്റ് വെഹിക്കിൾ ആട്ടോ. മറ്റേ വണ്ടിയല്ല. G4 ഓട്ടോമാറ്റിക് to Z കമ്പനി സർവീസ്. അത്രയും നമ്മൾ 100% ഗ്യാരണ്ടി കൊടുക്കാം. അതെ. അടുത്താണ് വീണ്ടും നമുക്കൊരു കളർ ചേഞ്ച് ആണ്. ക്രിസ്റ്റൻ ആണ്. ടൈപ്പ് 3 കൺവേർഷൻ ചെയ്തത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2018 മോഡൽ 17 മോഡൽ G4 ആണ്. മാനുവൽ ആണ്. റേറ്റ് വന്നുള്ളത് റേറ്റ് 10.5 ലക്ഷം രൂപ കൊടുക്കാം. 10 ലക്ഷം രൂപയ്ക്ക് ചെയ്യാൻ പറ്റൂല. അപ്പൊ അതാണ് ഒരു ബെസ്റ്റ് പ്രൈസിന് നമുക്കൊരു ക്രിസ്റ്റ നോക്കുന്നവർക്ക്, 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഒരു ക്രിസ്റ്റ നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ടൈപ്പ് 3 ആണ് വരുന്നത്. വെറും 10 ലക്ഷം രൂപ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത അതിന്റെ ഒരു വൈറ്റ് ഇല്ല, നിലവിൽ KL70 ഒരു ഒറിജിനൽ കേരളാണത് നമ്പർ ആയ വണ്ടിയാണ്. ഇപ്പൊ അഡ്വാൻസ് തന്നിട്ടുണ്ട് ഒരു 5,000 രൂപ കസ്റ്റമർക്ക് ലോണിന് കൊടുത്തിരിക്കുന്നതാണ്. ഞാൻ റേറ്റ് പറഞ്ഞുതരാം. 18 മോഡൽ 13,90. 90,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അടുത്തത് വീണ്ടും നമുക്കൊരു HR വരുന്ന വണ്ടിയാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് V ആണ് ഓപ്ഷന്. 1.38 ഓടിയിട്ടുള്ളത്. ഹിസ്റ്ററി ഷോറൂമിലുണ്ട്. A to Z കമ്പനി ഹിസ്റ്ററി ആണ്. വന്നിട്ടുള്ള റേറ്റ് നമുക്ക് സെക്കൻഡ് ഓണർഷിപ്പ് ആട്ടോ. B ഓപ്ഷൻ ബട്ടൺ സ്റ്റാർട്ട്, അലോയ്, ബാക്ക് വൈപ്പർ എല്ലാം വരും. ക്ലൈമറ്റ് കൺട്രോൾ, AC, സ്റ്റാരിംഗ്, എല്ലാ ഓപ്ഷൻസും വരും. പ്രൊജക്ടർ, ഹെഡ് ലാമ്പ് അടക്കം വരുന്ന ഈ ഒരു വാഹനം നമുക്ക് ഓഫറിൽ 12.75 കൊടുക്കാം. 12.75 കൊടുക്കാൻ പറ്റൂട്ടോ. NOCയിൽ 12.75 V ആണ് കേട്ടോ. അടുത്ത് നമുക്ക് ടൈപ്പ് 3 കാര്യങ്ങളൊക്കെ കൺവേർട്ട് ചെയ്തിട്ടുള്ള വണ്ടിയില്ല. അതെ. ടൈപ്പ് 2 ആണിത്. 2018 ആണ്. G4 മാനുവൽ അല്ലെ ഓട്ടോമാറ്റിക്. G4 ഓട്ടോമാറ്റിക് ഒറിജിനൽ കേരള വണ്ടിയാണ്. 22 ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ് ഉണ്ട്. തേർഡ് ഓണർഷിപ്പ് ആണ് വണ്ടി. കൊടുവള്ളി രജിസ്ട്രേഷൻ ആണ്. ടൈപ്പ് 2 ഒറിജിനൽ കേരള വണ്ടിയാണ്. 16.75 നമുക്ക് വൈനിൽ കൊടുക്കാം. 16.75
മുക്കാല്. ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? നമുക്ക് 15 ലക്ഷം രൂപ വരെ ലോണും ചെയ്തു. 15 ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാൻ പറ്റും. അടുത്തൊരു പ്രീമിയം വെഹിക്കിൾ, ഒരു ബഡ്ജറ്റ് റേഞ്ചിന് ബെൻസ് ഏതായിരുന്നു? സി ക്ലാസ് ആണോ? സി ക്ലാസ് അല്ല, ഇ ക്ലാസ്. ഇ ക്ലാസ് 350 ആണ്. ഈ 350. സോ നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു എഡിഷൻ ആണ്. വണ്ടി ലോക്ക്ഡ് ആണ്. ഒറിജിനലാണോ അതോ നമ്പർ ആയിട്ടുള്ള വണ്ടിയാണ് അല്ലേ? നല്ല പക്ക നീച്ചാണ്. മൈലേജ് നോക്കുന്നവർക്ക് പ്രീമിയം വെഹിക്കിൾ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2010 മോഡല്, പുതിയ പേപ്പർ എടുത്തിട്ടുണ്ട്, എല്ലാ ഭാഗം ക്ലിയർ ആണ്. നിലവിൽ ഈ വാഹനത്തിന്റെ റേറ്റ് 7,90,000 രൂപ. ഒരു ബഡ്ജറ്റ് റേഞ്ചിന് ഒരു ഹാച്ച് ബാഗിന്റെ പ്രൈസിന് കൊണ്ടുപോകും. അതെ. അപ്പോൾ അതാണ് നമ്മൾ RB മോട്ടോഴ്സിലായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ടയോട്ടൻ്റെ കളക്ഷൻസ് മിക്സ്ഡ് ആയിട്ട് 1-2 വാഹനങ്ങൾ നമ്മൾ ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അത്യാവശ്യം നമുക്കൊരു 100ഓളം വാഹനങ്ങൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങൾക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് എൻക്വയറി ചെയ്യാം. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ വണ്ടൂരാണ്. ഊട്ടി റോഡിലാണ് ഈ ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഡെയിലി അപ്ഡേഷന് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ 2 പേജും നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ RB മോട്ടോഴ്സ് വണ്ടൂര്, അതേപോലെ തന്നെ ഓട്ടോടെക്. അപ്പോൾ കൂടുതൽ എൻക്വയറീസിന് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. റിയാസ് ആൻഡ് സമീർ സൈനിങ് ഓഫ്.